ഇന്ത്യയിൽ എങ്ങനെയും ഒരു സ്ഫോടനം നടത്താനാണ് രാജ്യദ്രോഹികൾ ശ്രമിക്കുന്നത്. അതായത് ട്രെയിനുകളിൽ. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ട്രെയിൻ അട്ടിമറികൾ ഓരോ ദിവസവും കൂടുന്നുണ്ട്. ആദ്യം സ്വാഭാവിക അപകടം എന്നൊക്കെയാണ് റെയിൽവേ കരുതിയതെങ്കിലും അന്വേഷണത്തിൽ അട്ടിമറിയാണ് എന്ന ഒരു നിഗമനത്തിലാണ് ഇപ്പോൾ റെയിൽവേയിലെ ഉന്നത ഉദ്യോഗസ്ഥർ എത്തി നിൽക്കുന്നത്. ഇന്ത്യയിൽ തീവണ്ടി അട്ടിമറികൾ പ്രധാനമായും ട്രാക്കിൽ കല്ലുകളോ ഇരുമ്പ് കമ്പികളോ വയ്ക്കുക, അല്ലെങ്കിൽ ഫിഷ് പ്ലേറ്റുകൾ അഴിച്ചുമാറ്റുക, ബോംബ് സ്ഫോടനങ്ങൾ, തീവെപ്പ് എന്നിവയിലൂടെ, അല്ലെങ്കിൽ ട്രെയിനിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്ന തീവണ്ടിക്ക് നേരെ കല്ലെറിയുക എന്നിവയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കൂടാതെ 2 ദിവസം മുമ്പ് തിരുവനന്തപുരം ന്യൂഡൽഹി രാജധാനി എക്സ്പ്രസിലെ AC കോച്ചിലുണ്ടായ തീപിടുത്തത്തെക്കുറിച്ചുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. അതിലൊരു അട്ടിമറി നടന്നിട്ടുണ്ട് എന്ന ഒരു നിഗമനത്തിലാണ് ഉന്നത ഉദ്യോഗസ്ഥർ ഇപ്പോൾ നിൽക്കുന്നത്. റെയിൽവേ ഇപ്പോൾ അതിന്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ട്രെയിനുകളിൽ അടുത്തിടെ ഉണ്ടായ തീപിടുത്തവും പുകയും സംബന്ധിച്ച സംഭവങ്ങൾ ആസൂത്രിതമാണെന്ന് റെയിൽവേ തന്നെ പറയുകയാണ്. എല്ലാ കേസുകളും ഗൗരവമായി അന്വേഷിക്കാൻ റെയിൽവേ സംരക്ഷണ സേനയ്ക്കും മറ്റ് ഏജൻസികൾക്കും റെയിൽവേ മന്ത്രാലയം നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഹൗറ സ്റ്റേഷനിൽ നിർത്തിയിട്ടിരുന്ന മിഥില എക്സ്പ്രസിനാണ് ഇന്ന് തീപിടിച്ചത്. സംഭവത്തെക്കുറിച്ച് വിവരം ലഭിച്ചതിനെ തുടർന്ന് അന്വേഷണം ആരംഭിച്ചു. അന്വേഷണത്തിനിടെ പെട്രോളിൽ മുക്കിയ ഭാഗികമായി കത്തിയ തുണി കോച്ചിൽ നിന്ന് കണ്ടെടുത്തു. ഇതോടെ സംശയം കൂടുതൽ ഒരു അട്ടിമറിയിലേക്ക് ബലപ്പെടുകയാണ്. അടുത്തിടെ അമർപുര സ്റ്റേഷന് സമീപം ഇൻഡോർ ജോധ്പൂർ എക്സ്പ്രസിന്റെ B1 കോച്ചിൽ പുക ഉയർന്നിരുന്നു. റെയിൽവേ ജീവനക്കാർക്ക് സമയബന്ധിതമായി സ്ഥിതിഗതികൾ നിയന്ത്രിക്കാൻ കഴിഞ്ഞതിനാൽ വലിയൊരു അപകടമാണ് ഒഴിവായത്. ഇന്ത്യയിൽ ഓരോ സംസ്ഥാനങ്ങളിലെ റെയിൽവേ സ്റ്റേഷനുകളിൽ അട്ടിമറികൾ നടക്കുകയാണ്. കൂടാതെ ട്രെയിനുകളിൽ ഇപ്പോൾ, അതായത് ലോക്കോ പൈലറ്റിന്റെ ട്രെയിനുകളിൽ ഇപ്പോൾ കവച് എന്നൊരു സംവിധാനം ഏർപ്പെടുത്തിയതോടുകൂടി തന്നെ ട്രാക്കിൽ എന്തെങ്കിലും കല്ലോ ഇരുമ്പ് ദണ്ടുകളോ അങ്ങനെ എന്തെങ്കിലും ഒരു അട്ടിമറി സാധ്യത രൂപപ്പെടുന്ന അല്ലെങ്കിൽ സംശയപ്പെടുന്ന രീതിയിലുള്ള എന്തെങ്കിലും വസ്തുക്കൾ ട്രാക്കിൽ ഉണ്ടായാൽ റെയിൽവേയിലെ ലോക്കോ പൈലറ്റിന് ഉടനടി തന്നെ സഡൻ ബ്രേക്ക് പിടിച്ചു നിർത്താനും പറ്റും എന്നുള്ള ഒരു സാധ്യതയും കൂടെ ഇതിൽ അവർ രൂപകൽപ്പന ചെയ്തു വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു സംവിധാനവും കൂടെ, അങ്ങനെ ഒരു ടെക്നോളജിയും കൂടെ റെയിൽവേ കൊണ്ടുവന്നിട്ടുണ്ട്. അതിലാണ് ഭൂരിഭാഗം ട്രെയിൻ അപകടങ്ങളും തലനാരിഴയ്ക്ക് രക്ഷപ്പെടുന്നത്. അതെല്ലാം ലോക്കോ പൈലറ്റിന്റെ ഇടപെടലിലാണ് ഒഴിവാകുന്നത്. 2023 ഏപ്രിൽ 2 സമാനമായ ഒരു അട്ടിമറി ശ്രമം നടന്നിരുന്നു. ആലപ്പുഴ കണ്ണൂർ എക്സിക്യൂട്ടീവ് എക്സ്പ്രസിന്റെ D1 കോച്ചിൽ യാത്രക്കാർക്ക് നേരെ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. ഈ ആക്രമണത്തിൽ 3 പേർ മരണപ്പെടുകയും 9 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഈ സംഭവത്തിൽ പ്രതിയായ ഷാറൂഖ് സേഫിയെ മഹാരാഷ്ട്രയിൽ നിന്നും അറസ്റ്റ് ചെയ്യുകയും കേസ് പിന്നീട് അതിൽ തീവ്രവാദ ബന്ധമുണ്ട് എന്ന് മഹാരാഷ്ട്ര പോലീസിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ദേശീയ അന്വേഷണ ഏജൻസി ആ കേസ് ഏറ്റെടുക്കുകയും ചെയ്തു. അതൊരു തുടക്കം മാത്രമായിരുന്നു. പാളം തെറ്റിക്കാൻ ലക്ഷ്യമിട്ട് റെയിൽവേ ട്രാക്കിൽ വലിയ കല്ലുകൾ, കോൺക്രീറ്റ് കട്ടകൾ, ഇരുമ്പ് കമ്പികൾ എന്നിവ വയ്ക്കുന്ന സംഭവങ്ങൾ പല സംസ്ഥാനങ്ങളിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ലോക്കോ പൈലറ്റുമാരുടെ സംയോജിതമായ ഇടപെടലിലൂടെയാണ് പലപ്പോഴും വൻ ദുരന്തങ്ങൾ ഒഴിവാകുന്നത്. കൂടാതെ ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനുകളിൽ പെട്രോളോ മറ്റ് ജ്വലന വസ്തുക്കളോ ഉപയോഗിച്ച് തീ പിടിപ്പിക്കുന്നത് യാത്രക്കാർക്കിടയിൽ ഭീതി പരത്താനും അട്ടിമറി നടത്താനുള്ള ബോധപൂർവമായ ശ്രമങ്ങളാണെന്ന് റെയിൽവേ കാണുകയാണ്. മാവോയിസ്റ്റ് സ്വാധീനമുള്ള മേഖലകളിൽ റെയിൽവേ ട്രാക്കുകൾ ബോംബ് വെച്ച് തകർക്കുന്ന രീതികളും മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. കൂടാതെ തീവണ്ടികളിൽ കല്ലുകൾ ഉപയോഗിച്ചുകൊണ്ട് ആക്രമണം നടത്തുന്നതും ഇപ്പോൾ പതിവായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് വന്ദേ ഭാരതിനെ മാത്രമായിട്ട് NSTയെ പോലെ ഒരു സുരക്ഷാ ടീം, റെയിൽവേയിൽ ഒരു സുരക്ഷാ ടീമിനെ പ്രത്യേകമായി തന്നെ കേന്ദ്ര സർക്കാർ ഇപ്പോൾ വന്ദേ ഭാരതുകളിൽ നിയമിച്ചിട്ടുണ്ട്. കാരണം വന്ദേ ഭാരതിനെ ലക്ഷ്യമാക്കി വലിയ രീതിയിൽ കല്ലേറ് നടക്കുന്നുണ്ട്. മറ്റു ട്രെയിനുകളിലും വലിയ രീതിയിൽ കല്ലേറ് നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ട്രെയിനുകൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നവർക്കെതിരെ കർശനമായ നിയമങ്ങൾ, ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമുള്ള ജീവപര്യന്തം അടക്കമുള്ള തടവ് ശിക്ഷകളിലേക്ക് പോകും എന്നുള്ള ഒരു നിർണായകമായ ഒരു നീക്കവും റെയിൽവേയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്.